കുറേ നാളായി പല സെൽഫ് ഹെൽപ്പ് വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സ്റ്റോപ്പ്. ഈ വീഡിയോ പോലും നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ മറ്റൊരു വീഡിയോയ്ക്ക് സാധിക്കും എന്ന് നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിച്ച് റിയാലിറ്റി എസ്കേപ്പ് ചെയ്തിട്ട് കാര്യമില്ല. ദിവസങ്ങൾ കഴിയും, മാസങ്ങൾ കഴിയും, നിങ്ങളുടെ ലൈഫ് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകുന്നില്ല എന്ന ഫീലിംഗ്, ആ ഒരു പെയിൻ കാരണമാവാം വീഡിയോസ് വീണ്ടും വീണ്ടും കാണുന്നത്. നിങ്ങൾ ലാക്ക് ചെയ്യുന്നത് ആക്ഷനാണ്, കൂടുതൽ കോണ്ടൻ്റ് അല്ല. ആവശ്യമെങ്കിൽ മാത്രം ഈ വീഡിയോ മുന്നോട്ട് കാണാം. പുതിയതായി എന്തെങ്കിലുമൊക്കെ പഠിക്കുമായിരിക്കാം. പക്ഷേ വീഡിയോ കഴിഞ്ഞാൽ വീണ്ടും മറ്റൊരു വീഡിയോയിലോട്ട് പോകാതെ ആക്ഷനിൽ ഫോക്കസ് ചെയ്യണം. നമ്മൾ ആക്ച്വലി ലേസി അല്ല. ലേസിനെസ് എന്നത് ഒരു ക്യാരക്ടറാണ്. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് അതിനെപ്പറ്റിയല്ല. വലിയ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടും ഒരു ഇഞ്ച് പോലും അതിലേക്ക് വർക്ക് ചെയ്യാൻ സാധിക്കാത്ത സിറ്റുവേഷൻ. ഇവിടെ ന്യൂറോളജിക്കലായിട്ടുള്ള ഒരു സൈക്കിൾ അല്ലെങ്കിൽ ഒരു ലൂപ്പിലാണ് നമ്മൾ പെട്ടിരിക്കുന്നത്. ഈ സയൻസ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കൂ. പിന്നെ സത്യത്തിൽ ഇത് വളരെ സിമ്പിളാണ്. വളരെ സിമ്പിൾ ലാംഗ്വേജിൽ എല്ലാവർക്കും മനസ്സിലാവുന്നത് പോലെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അത് ഈ വീഡിയോയിൽ കൂടി ഒന്ന് മനസ്സിലാക്കാം. ഈ ഒരു വിഷയത്തിൽ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ട്രൂത്ത് ഉണ്ട്. ഡോക്ടർ ഫ്യൂഷ്യ സിറോയ്സും ഡോക്ടർ തിമോത്തി പിച്ചലും എന്ന 2 ലീഡിംഗ് റിസർച്ചേഴ്സ് പബ്ലിഷ് ചെയ്ത വർക്കിൽ പറയുന്നത് പ്രൊക്രാസ്റ്റിനേഷൻ ഒരു ഇമോഷണൽ റെഗുലേഷൻ പ്രോബ്ലം ആണ് എന്നാണ്. എന്ന് വെച്ചാൽ ശരിക്കും ചെയ്യാനുള്ള ജോലി അല്ലെങ്കിൽ ടാസ്ക് അല്ല നമ്മളെ പലപ്പോഴും അവോയ്ഡ് ചെയ്യുന്നത്, ആ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫീലിങ്ങിനെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പല ജോലിയും അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ടാസ്ക് എടുത്ത് ചെയ്യണം എന്ന് കരുതി ഇങ്ങനെ ഇരിക്കും, പക്ഷേ അത് ഒരിക്കലും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് ആ ടാസ്ക് അല്ല. ആ ടാസ്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാൻ പോകുന്ന ഇമോഷൻ അല്ലെങ്കിൽ ഫീലിംഗ് എന്താണ് എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ആ ഫീലിങ്ങിനെയാണ് നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. റിയൽ ലൈഫിൽ ഒരു എക്സാമ്പിൾ വഴി ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ ബിൽഡ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് എന്ന് വിചാരിക്കാം. ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്കത് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. എന്നാൽ അതിലേക്കുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യും മുന്നേ നമ്മുടെ ഉള്ളിൽ ഒരുപാട് തരത്തിലുള്ള ചിന്തകൾ കയറി വരും. ആരും എൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? മാസങ്ങളോളം ഞാൻ പണിയെടുത്തതൊക്കെ വെറുതെ ആയി പോവില്ലേ? ആളുകൾ കളിയാക്കിയാൽ എന്ത് സംഭവിക്കും? ഒരു ചാനൽ ബിൽഡ് ചെയ്യുക എന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. കുറേ പണിയുണ്ട്, എന്നെക്കൊണ്ട് പറ്റുമോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ, ചിന്തകൾ. ഈ അൺകംഫർട്ടബിൾ ആയ, അൺസേർട്ടൺ ആയ ഫീലിംഗ് നമ്മുടെ ബ്രെയിനിൽ ഒരു ത്രെറ്റ് രജിസ്റ്റർ ചെയ്യും. ത്രെറ്റ് എന്ന് വെച്ചാൽ ഭീഷണി രജിസ്റ്റർ ചെയ്യും. നമ്മളെ ത്രെറ്റിൽ നിന്നും ഭീഷണികളിൽ നിന്നുമൊക്കെ രക്ഷിക്കുന്നതാണല്ലോ നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു മേജർ ജോലി. അപ്പോൾ ഇപ്പോൾ ഉണ്ടായ ആ ഒരു ത്രെറ്റിനെ അവോയ്ഡ് ചെയ്യാൻ ബ്രെയിൻ നമ്മളോട് പറയും. ബട്ട് വെയിറ്റ്, ഇവിടെ നിന്നാണ് ഗെയിം ഒരുപാട് മാറുന്നത്. ശ്രദ്ധയോടെ കേൾക്കുക. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ബ്രെയിനിൻ്റെ 2 ഭാഗങ്ങളുണ്ട്. അതിൽ ഒരു ഭാഗമാണ് അമിഗ്ഡല. ആ ഭാഗമാണ് ഇപ്പം പറഞ്ഞ ജോലി ചെയ്യുന്നത്. ഈ പാട്ട് തന്നെയാണ് നമ്മുടെ ബ്രെയിനിൻ്റെ ത്രെറ്റ് ഡിറ്റക്ഷൻ സിസ്റ്റം. നമ്മുടെ ബ്രെയിനിൽ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ത്രെറ്റ്, ആ തരത്തിലുള്ളൊരു നെഗറ്റീവ് ഫീലിംഗ് വന്നാൽ അവിടെ കയറി പണിയെടുക്കുന്നതാണ് ഈ അമിഗ്ഡല. ഈ ഭാഗത്തിന് നമ്മുടെ പുറകെ ഒരു പുലി നമ്മളെ ചേസ് ചെയ്യുന്നുണ്ടോ, അതല്ലെങ്കിൽ ഒരു ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുന്നതാണോ എന്നൊന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇത് കൺസിഡർ ചെയ്യുന്ന ഒരേ ഒരു കാര്യം, ഈ തരത്തിലുള്ള ഫീലിംഗ് അതല്ലെങ്കിൽ ആ തരത്തിലുള്ള ത്രെറ്റ്, അൺസർട്ടനിറ്റി, ഡിസ്കംഫർട്ട്, ഫിയർ ഓഫ് ഫെയിലിയർ, ഇതേതെങ്കിലും നമ്മുടെ ഉള്ളിൽ ആ ഫീലിംഗ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് മാത്രം. ഇതിനെയെല്ലാം ഇത് ട്രീറ്റ് ചെയ്യുന്നത് ഒരേപോലെയാണ്. എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ആ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മളൊരു ടഫ് ടാസ്ക് എടുക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ ഈ ത്രെറ്റ് ഇവിടെ ഉണ്ടാവുന്നു. നമ്മളുടെ അടുത്ത് ആ ഫീലിംഗ് അവോയ്ഡ് ചെയ്യാൻ നമ്മുടെ ബ്രെയിൻ പതിയെ നമ്മളെ മാറ്റി ഫോണിലേക്ക് എത്തിക്കും, നെറ്റ്ഫ്ലിക്സിലേക്ക് എത്തിക്കും, ചിലപ്പോൾ ഉറക്കം. ഇവിടെയും തീർന്നിട്ടില്ല. അങ്ങനെ നമ്മൾ സ്വിച്ച് ചെയ്ത് ഈ നോ ത്രെറ്റ് സോണിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിനിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിലീഫ് കിട്ടും. നേരത്തെ ഉണ്ടായ എല്ലാ നെഗറ്റീവ് ഫീലിങ്ങും ഡിസപ്പിയർ ആയി കഴിഞ്ഞു. ഇങ്ങനെ നമ്മുടെ ആ ഇമോഷനെ റെഗുലേറ്റ് ചെയ്ത് ഉള്ളിലെ ആ നെഗറ്റീവ് ഫീലിങ്ങിനെയൊക്കെ മാറ്റി റിലീഫ് തരുന്നു. പക്ഷേ ഇതാണ് ഏറ്റവും വലിയ ട്രാപ്പ്. നമുക്ക് റിലീഫ് കിട്ടുന്നു, പക്ഷേ നമ്മുടെ ലൈഫ് സ്ലോ ആയിട്ട് കൊളാപ്സ് ആയിക്കൊണ്ടേയിരിക്കുന്നു. കാരണം എന്താണ്? ഈ റിലീഫ് എന്ന് പറയുന്നത് തന്നെയാണ് പ്രൊക്രാസ്റ്റിനേഷൻ. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ നമ്മുടെ ബ്രെയിനിനെ തന്നെ പഠിപ്പിക്കുന്നു. ആ നെഗറ്റീവ് ഇമോഷൻ അവോയ്ഡ് ചെയ്യുമ്പോൾ നല്ല റിലീഫുണ്ട്. ഇനിയും ആ തരത്തിലുള്ള ഡിസ്കംഫർട്ട് വന്നാൽ, ആ തരത്തിലുള്ളൊരു നെഗറ്റീവ് ഇമോഷൻ വന്നാൽ നമ്മുടെ ബ്രെയിനിന് ഓൾറെഡി ഷോർട്ട് കട്ട് അറിയാം, നേരെ അത് അവോയ്ഡ് ചെയ്യുക എവറി സിംഗിൾ ടൈം. അതേപോലെ നമ്മൾ ഓരോ തവണ ഒരു ടാസ്ക് അവോയ്ഡ് ചെയ്യുമ്പോഴും നമ്മുടെ ബ്രെയിനിലെ അവോയ്ഡൻസ് പാത്വേ സ്ട്രോങ്ങർ ആയിക്കൊണ്ടേയിരിക്കും. അതാണ് ഹെബ്സ് ലോ. ന്യൂറോൺസ് ദാറ്റ് ഫയർ ടുഗദർ
വയർ ടുഗെദർ. എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ആ ടാസ്ക് അവോയ്ഡ് ചെയ്യുമ്പോൾ ആ ടാസ്ക് അവോയ്ഡ് ചെയ്യുന്ന ആ സിസ്റ്റം കൂടുതൽ സ്ട്രോങ് ആകുന്നു, കൂടുതൽ വയേർഡായി മാറുന്നു, അങ്ങനെ കൂടുതൽ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നു. പക്ഷേ ഗുഡ് ന്യൂസ് ഉണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ബ്രെയിനിൻ്റെ 2 ഭാഗത്തെ പറ്റിയാണെന്ന്. ഒന്നാമത്തെ ഭാഗത്തെപ്പറ്റി നമ്മൾ ഓൾറെഡി കണ്ടു, അമിഗ്ഡല. പിന്നെ ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ അമിഗ്ഡല ഒരു വില്ലനും ഞാൻ ഇനി പറയാൻ പോകുന്ന നമ്മുടെ ബ്രെയിനിൻ്റെ പാർട്ട് ഒരു ഹീറോയും അല്ല. അമിഗ്ഡലയും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലുമൊക്കെ ത്രെറ്റ് അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രശ്നം നമ്മുടെ മുന്നിൽ വരുമ്പോൾ അത് അവോയ്ഡ് ചെയ്ത് മാറി നടക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ സിസ്റ്റം തന്നെയാണ്. ബട്ട് എനിവേ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ടോട്ടലി ഹെൽപ്ലെസ് അല്ല. ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ബ്രെയിനിൽ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ഒരു രക്ഷകനുമുണ്ട്. ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ന്യൂറോ സയൻസും ഉണ്ട്. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന സെക്കൻഡ് പാർട്ട്, ദി ആൻറ്റീരിയർ സിംഗുലേറ്റ് കോർട്ടെക്സ് അല്ലെങ്കിൽ ACC. ഇവിടെയാണ് നമ്മുടെ ബ്രെയിനിലെ മോട്ടിവേഷനും ഇമോഷനും മീറ്റ് ചെയ്യുന്നത്. സ്റ്റഡീസ് കാണിക്കുന്നത് ACC ആണ് ഒരു ഗോളിലെത്താൻ അതിനു മുന്നേ ഉള്ള ഡിസ്കംഫർട്ടുകളെ എല്ലാം തള്ളി മാറ്റി പോകാനുള്ള പുഷ് നമുക്ക് തരുന്നത് എന്ന്. അത് ആക്റ്റീവ് ആണ് എങ്കിൽ ഇറ്റ് ക്യാൻ ലിറ്ററലി ഓവർ റൈഡ് അമിഗ്ഡലാസ് ഫിയർ സിഗ്നൽ. നമ്മൾ നേരത്തെ പറഞ്ഞ അമിഗ്ഡല നമുക്ക് തരുന്ന ഫിയർ സിഗ്നലിനെ ഓവർറൈഡ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഞാൻ നേരത്തെ പറഞ്ഞ ACC ആക്റ്റീവ് ആണെങ്കിൽ അതിനുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഹെബ്സ് ലോ, ഏത് ന്യൂറോണാണോ ഒരുമിച്ച് ഫയർ ചെയ്യുന്നത് അത് കൂടുതൽ സ്ട്രോങ്ങർ ആവുമെന്ന്. ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ സൈഡിലും വർക്ക് ചെയ്യും. അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വർക്ക് അവോയ്ഡ് ചെയ്യുമ്പോൾ ബ്രെയിനിൻ്റെ ആ സൈഡ് സ്ട്രോങ് ആവുന്നത് പോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ ടാസ്ക് എടുത്ത് ചെയ്യുമ്പോൾ ആ ടാസ്ക് എടുത്ത് ചെയ്യുന്ന പാത്വേ സ്ട്രോങ്ങർ ആവും. നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ലേ ഈ ഹൈ പെർഫോമിംഗ് ആയിട്ടുള്ള അത്ലീറ്റ്സ് ഒക്കെ. എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ റൊണാൾഡോ ഒക്കെ ചാമ്പ്യൻസ് ലീഗ് കിട്ടിയതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ രാവിലെ 4 മണിക്ക് എണ്ണീറ്റ് പ്രാക്ടീസിന് പോയി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അവരുടെ ആ ആക്ഷൻ എടുത്ത് ചെയ്യുന്ന പാത്വേ അത്ര സ്ട്രോങ് ആയതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ആ ജോലി അതല്ലെങ്കിൽ ആ പ്രാക്ടീസ് അവർക്ക് ചെയ്യാതെ ഇരിക്കാൻ പറ്റില്ല. ചെയ്യാതെ ഇരിക്കാനാണ് അവർക്ക് ബുദ്ധിമുട്ട്. അത് ചെയ്യാനായിട്ട് എല്ലാ ദിവസവും അവർ രാവിലെ എണ്ണീറ്റ് മോട്ടിവേഷൻ എടുക്കുന്നത് കൊണ്ടല്ല, അവരുടെ ബ്രെയിനിലെ ആ വയറിങ് അത്ര സ്ട്രോങ് ആയതുകൊണ്ടാണ്. അത് അവർക്ക് മാത്രമല്ല നമുക്കും ചെയ്യാൻ സാധിക്കും എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ റൊണാൾഡോ അവിടെ നിൽക്കട്ടെ. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് വളരെ സിമ്പിളാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ആ നെഗറ്റീവ് ഫീലിങ്ങിനോട് വെറുതെ ഫൈറ്റ് ചെയ്യാൻ നിൽക്കേണ്ട. മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി വെയിറ്റും ചെയ്യേണ്ട. നമ്മൾ എടുക്കാൻ പോകുന്ന ടാസ്ക് അത്ര ടഫ് ടാസ്ക് ഒന്നുമല്ല, അത് വളരെ എളുപ്പമാണ് എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിക്കാനും നമ്മൾ ശ്രമിക്കേണ്ട. ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, സ്റ്റാർട്ട് സ്റ്റുപ്പിഡ്ലി സ്മോൾ. ന്യൂറോ സയൻസ് പറയുന്നത് നിങ്ങൾ ഒരു ടാസ്ക് തുടങ്ങുന്ന മൊമെൻറ്റിൽ ACC ആക്ടിവേറ്റ് ആകുമെന്നാണ്. ACC ആക്ടിവേഷൻ അമിഗ്ഡലയുടെ അവോയ്ഡൻസ് സിഗ്നലിനെ സപ്രസ് ചെയ്ത് തുടങ്ങും എന്നും നമ്മൾ ഓൾറെഡി പഠിച്ചു. നമുക്ക് ഒരിക്കലും പറ്റില്ല എന്ന് തോന്നിയൊരു കാര്യം ഒന്ന് ചെയ്തു തുടങ്ങുമ്പോൾ എന്നെ കൊണ്ട് പറ്റും എന്ന് നമുക്കൊക്കെ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റിൽ ഏതെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി തോന്നിയിട്ടില്ലേ? അന്ന് സംഭവിച്ചത് വെറും കോൺഫിഡൻസ് മാത്രമല്ല, അത് നമ്മുടെ ബ്രെയിൻ കെമിസ്ട്രി റിയൽ ടൈമിൽ വർക്ക് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? റൂൾ നമ്പർ 1, നമ്മൾ ചെയ്യാൻ പോകുന്ന ടാസ്ക് വളരെ വളരെ ചെറുതാക്കുക. സ്മോൾ പീസസ് ആക്കി അതിലെ ഒരു കുഞ്ഞ് പീസ് എടുത്ത് ചെയ്യുക. ആ ഒരു കുഞ്ഞ് ടാസ്കിനോട് ബ്രെയിൻ ആർഗ്യൂ പോലും ചെയ്യാൻ നിൽക്കരുത്, അത്ര ചെറുതായിരിക്കണം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഇന്ന് സ്ക്രിപ്റ്റ് എഴുതണം അതല്ല ടാസ്ക്, ഒരു ലൈൻ എഴുതുക എന്നതായിരിക്കണം ടാസ്ക്. അത്ര ചെറിയ ടാസ്ക് ആയിരിക്കണം. കുഞ്ഞ് ടാസ്ക് എടുത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മിക്കപ്പോഴും മുന്നോട്ട് നീങ്ങും. ഇനി ഒരുപാട് നീങ്ങിയില്ല എങ്കിലും ഡോണ്ട് വറി, നിങ്ങൾ ആ അവോയ്ഡൻസ് ലൂപ്പിനെ ബ്രേക്ക് ചെയ്തു. ഓരോ തവണ ആ ലൂപ്പ് ബ്രേക്ക് ചെയ്യുമ്പോഴും അടുത്ത തവണ ബ്രേക്ക് ചെയ്യാൻ ഈസി ആയിക്കൊണ്ടേ ഇരിക്കുകയുമാണ്. അപ്പോൾ ടാസ്ക് വളരെ കുറച്ച് മാത്രമാണ് മുന്നോട്ട് നീങ്ങിയത് എങ്കിലും ന്യൂറോളജിക്കലി നിങ്ങൾ സ്ട്രോങ്ങർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിങ്ങൾക്ക് സന്തോഷിക്കാം. അങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിലെ റീവയറിങ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്ലോ ആണെങ്കിലും റിയൽ ആൻഡ് എഫക്റ്റീവ്. ഇനി റൂൾ നമ്പർ 2, 2 മിനിറ്റോ 5 മിനിറ്റോ മാത്രം ആ ടാസ്ക് ചെയ്യാം എന്ന് ഡിസൈഡ് ചെയ്യുക. 5 മിനിറ്റ് കഴിഞ്ഞാൽ ആ ടാസ്ക് നിർത്തിക്കോളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം വേറെ എന്താണ് എന്ന് വെച്ചാൽ ചെയ്യാം. ഇനി റൂൾ നമ്പർ 3, സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫോൺ നിങ്ങളുടെ റീച്ചിൽ ഉണ്ടാവരുത്. വേറെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻ ഉണ്ട് എങ്കിൽ അതും നിങ്ങളുടെ അടുത്ത് ഉണ്ടാവരുത്. ആ 5 മിനിറ്റ് മാത്രം. അപ്പോൾ
ഈ അമേസിംഗ് ആയിട്ടുള്ള നമ്മുടെ ബ്രെയിനിനെ പറ്റിയുള്ള കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പോൾ വീഡിയോ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടെ പറയുന്നു. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോ പോയി കാണുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഈ വീഡിയോയെക്കാളും ഒരുപാട് നോളജ് തരുന്നതും ഒരുപാട് ബെറ്ററുമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ ഉണ്ടായേക്കാം. പക്ഷേ നിങ്ങൾ കാണാൻ പോകുന്ന ഏതൊരു അടിപൊളി വീഡിയോയെക്കാളും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകാൻ പോകുന്നത് നിങ്ങൾ അടുത്തതായിട്ട് എടുക്കാൻ പോകുന്ന ആ ചെറിയ ആക്ഷനാണ് എന്ന് മനസ്സിലാക്കുക. ഇനി നിങ്ങൾ ഈ വീഡിയോ തീരുന്ന സമയത്ത് ഇവിടെയൊക്കെ പല സജഷൻസ് വന്നേക്കാം. ആ പല സജഷൻസും എൻ്റെ വീഡിയോസ് തന്നെ ആയിരിക്കാം. അതൊക്കെ ഇങ്ങനെ നമ്മളെ യൂട്യൂബിൽ പിടിച്ചിരുത്താനായിട്ട് യൂട്യൂബ് തന്നെ ചെയ്യുന്ന പരിപാടികളാണ്. ആ വീഡിയോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ്. അതിലൊന്നും നിങ്ങൾ വീഴേണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് ആക്ഷൻ എടുക്കുന്നതിൽ ഫോക്കസ് ചെയ്യുക. ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാമെന്ന് വെച്ച് വീണ്ടും വീണ്ടും വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നാൽ അതൊരു പ്രൊഡക്റ്റീവ് പ്രൊക്രാസ്റ്റിനേഷൻ ആണ്. എന്തൊക്കെയോ ചെയ്തു എന്നിങ്ങനെ തോന്നും, പക്ഷേ ഒരു ഇഞ്ച് പോലും മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നത് നേരെ പോയി ആക്ഷൻ എന്താണ് എന്ന് വെച്ചാൽ അത് ഇപ്പോൾ തന്നെ ചെയ്യാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.